ഹലോ, നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ വെളിയങ്കോട് വരെയുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള പുരോഗതികളും മാറ്റങ്ങളും അപ്ഡേഷൻസുകളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ വെളിയങ്കോട് ടൗണിന് ചമ്രവട്ടം ജംഗ്ഷനിൽ തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള പില്ലേഴ്സിൻ്റെ വർക്കുകളൊക്കെ കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ നല്ല പുരോഗതിയിൽ തന്നെ വർക്കുകൾ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഈ ചമ്രവട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബ്ലോക്ക് ഏരിയയാണ്. ഇവിടെ സിഗ്നലുള്ള ഏരിയ ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഈ NH66-ൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് സിഗ്നൽ ഒഴിവാക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സിഗ്നലൊന്നും കാണുന്നില്ല. നല്ല അത്യാവശ്യം പ്ലസ് രീതിയിൽ 4 ഭാഗങ്ങളിലേക്കും വാഹനം പോകുന്നതുകൊണ്ട് തന്നെയുള്ള ഒരു വലിയ രീതിയിലുള്ള വാഹനങ്ങളെ അതാണ് കാണാറുള്ളത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മൾ പറഞ്ഞു പൊന്നാനി വരെയുള്ള ഭാഗങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം വേഗതയിൽ വാഹനങ്ങൾ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗമാണ്. ഹൈവേ പാതയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാവശ്യം വേഗതയിൽ പോകാൻ പറ്റുന്ന ഏരിയകളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ടില്ല, ഒരു ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ മുഴുവനായിട്ടും 2 ഭാഗത്തും വിട്ടിട്ടുണ്ട്. പക്ഷേ ഇനി എന്തായാലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഈ സർവീസ് റോഡിലെ വർക്കുകൾ കംപ്ലീറ്റ് ആവാനുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കനാലിൻ്റെ വർക്കുകളാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കനാലിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ. പിന്നെ ആദ്യമേ ഉള്ള ബ്രിഡ്ജിന് അത്യാവശ്യം ഒരു ക്വാളിറ്റി ബ്രിഡ്ജാണ്. അത് വലിയ പഴയ ബ്രിഡ്ജായിട്ടല്ല മനസ്സിലാകുന്നത്. അത്യാവശ്യം പുതിയതായിട്ടുള്ള നിർമ്മിച്ച ബ്രിഡ്ജായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കനാലിൻ്റെ ബ്രിഡ്ജ്. പിന്നെ അതിൻ്റെ 2 ഭാഗത്തും സർവീസ് റോഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സർവീസ് റോഡ് എത്തുന്നില്ല. അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സർവീസ് റോഡുകളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം താഴ്ഭാഗത്തിലൂടെ മറ്റേ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല, സർവീസ് റോഡ് പറ്റില്ല. അപ്പോൾ ഇവിടെ ടോപ്പിലൂടെ തന്നെ പോകേണ്ടതുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ കനാലിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിൽ തന്നെ നടത്തുന്നുണ്ട്. ഏകദേശം ഒരു കംപ്ലീറ്റ് ലെവൽ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇരുമ്പിൻ്റെ വർക്കാണ്, ഇരുമ്പിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പല സ്ഥലത്തും നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ചില ഭാഗങ്ങളിലൊക്കെ ഈ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വർക്ക് കാണുന്നുണ്ട്. ഈ ഗർഡറുകൾ ഇരുമ്പിൻ്റെതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഒരു 90% നമ്മുടെ കോൺക്രീറ്റിനാണ്. കുറച്ച് ഏരിയകളിൽ മാത്രം കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കനാലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും ഇതൊരു നമ്മളെ സന്തോഷ് ജോർജുകൾ അങ്ങനെ പറഞ്ഞ പോലെ ഉള്ള ഒരു വികസന മാറ്റങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഒരു പാർക്കായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. അത്യാവശ്യം നല്ല കാണാൻ ഗ്ലാമറുണ്ട്, നല്ല രീതിയിൽ ഭംഗിയുള്ള ഏരിയകളാണ്. അപ്പോൾ ഇവിടുന്ന് ചങ്ങാടത്തിൽ മറുവശത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചെറിയൊരു ചങ്ങാടമാണ്. അതൊക്കെ നല്ലൊരു രസമായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വലിയ രീതിയിൽ വെള്ളം പൊങ്ങാത്ത ഏരിയ ആണോ എന്നറിയില്ല. വെള്ളം പൊങ്ങുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ വെള്ളത്തിന് തീരെ വൃത്തിയില്ലാത്തതാണ് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള സർക്കാരുള്ള രീതിയിൽ ഇതിനു വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയാണെങ്കിൽ നല്ലൊരു സൗന്ദര്യമുള്ള നല്ലൊരു പാർക്കായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏരിയയാണ് ഈ കനാലും ഏരിയകളൊക്കെ. എന്തായാലും അവിടുന്ന് നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഭാഗങ്ങൾ ആനപ്പാറയിൽ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറെക്കുറെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് മെയിൻ 6 വരി പാതയും അതുപോലെ തന്നെ സർവീസ് റോഡും ഒക്കെ ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഇവിടെ സർവീസ് റോഡിലൂടെ ഒന്നും വാഹനങ്ങളെ കടത്തി വിട്ടിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് വെളിയങ്കോട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഭാഗം മാത്രമേ സർവീസ് റോഡിലേക്ക് വാഹനങ്ങളെ തിരിച്ചു വിട്ടതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ മെയിൻ 6 വരി പാതയുടെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ സ്പീഡിലായിട്ട് തുടങ്ങിയിട്ട്. കാരണം നമ്മളൊരു 5-6 മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഒന്നും പറയപ്പെട്ട ഒരു വർക്കുകളും നടന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ ബേസിക് ലെവലായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഒരു 5-6 മാസം മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്താണ് ഇവിടെയൊക്കെ കാര്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും മൊത്തത്തിലുള്ള വർക്കുകളൊക്കെ അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡുകളിലേക്ക് വാഹനങ്ങളെ കടത്തിവിടാനും പിന്നെ മെയിൻ 6 വരി പാതയുടെ വർക്കുകളൊക്കെ വളരെ
വളരെ വേഗത്തിൽ നടത്താനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും അധികം വൈകാതെ വർക്കുകളിൽ മെയിനായിട്ടുള്ള രീതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മെയിനായിട്ട് ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെ 2 ഭാഗത്തും സർവീസ് റോഡിലൂടെ കടത്തി വിടുന്നതോടുകൂടിയാണ് ഈ വർക്കുകൾ മെയിനായിട്ട് വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ മെയിൻ 6 വരിപ്പാതയുടെ ഭാഗം ഫ്രീ ആവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർവീസ് റോഡുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള പല സ്ഥലത്തും നല്ലൊരു ഫിനിഷിംഗ് ലെവലിലുള്ള ടാറിങ് കാണുന്നുണ്ട്. അത് പല സ്ഥലത്തും നമ്മൾ പഴയ രീതിയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ തന്നെ പല ഭാഗത്തും വലിയ ഇടുങ്ങിയ ഭാഗത്തിലൂടെയുള്ള സർവീസ് റോഡ് കാണുന്നുമുണ്ട്. പിന്നെ മാത്രമല്ല ഈ ടാറിങ് എന്ന് പറയുന്നത് പറ്റേ നിലവാരമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. താൽക്കാലികമായ ടാറിങ് ആണ് എന്നാൽ പോലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യായിരുന്നു. പക്ഷേ അത് പല സ്ഥലത്തും തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ പിന്നെ സർവീസ് റോഡ് നിർമ്മിച്ചു വെച്ചത് നമുക്ക് കാണുന്നുണ്ട്. അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളിൽ പല സ്ഥലത്തും ആ സർവീസ് റോഡ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള രീതിയിൽ നിർമ്മിച്ചു വെച്ചത് കാണുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ പോയപ്പോൾ ഒരു ഭാഗത്ത് ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ബോർഡ് കണ്ട് ഏകദേശമല്ല 19/7/24 അതായത് 2024 ജൂലൈ 19 ഈ ഭാഗത്തുള്ള ഹൈവേയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആവും എന്നുള്ള രീതിയിലാണ്. കംപ്ലീറ്റ് ആവുന്നല്ല അത്ര വരെയാണ് ഇതിൻ്റെ വർക്കിനുള്ള ടൈം പീരീഡ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബോർഡ് കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം എന്തായാലും 2025 ആകുമ്പോഴേക്കും ഈ ഭാഗങ്ങളിലൊക്കെ തുറന്നു കൊടുക്കാനുള്ള സെറ്റപ്പ് ആവും എന്നൊക്കെയാണ് ആ ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. എന്തായാലും കേരളത്തിലുള്ള മൊത്തം വർക്കുകളിന് 2025 അല്ലെങ്കിൽ 2025 പിന്നെ തുടക്കത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഹാഫ് ആകുമ്പോഴേക്കിനൊക്കെ കംപ്ലീറ്റ് ആവുമെന്ന് മനസ്സിലാക്കാം വിചാരിക്കാൻ പറ്റും. കാരണം നമ്മുടെ റിയാസ് മന്ത്രി അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 2025 ഓപ്പൺ ആവും ഏറെക്കുറെ എന്നുള്ള രീതിയിൽ. പിന്നെ മാത്രമല്ല പല ഭാഗത്തും കംപ്ലീറ്റ് ആയ പല ഭാഗങ്ങളിലും പെട്ടെന്ന് ആദ്യം തന്നെ തുറന്നു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ വെളിയങ്കോട് അടുത്തെത്തിയിട്ടുണ്ട്. വെളിയങ്കോടിലും ഈ പറഞ്ഞ കുറച്ച് രീതിയിലൊക്കെ സർവീസ് റോഡിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് വാഹനങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ടൗൺ ഏരിയയിലൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് വെളിയങ്കോടിൽ. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇന്ന് ചമ്പ്രോട്ടൻ ജംഗ്ഷൻ മുതൽ വെളിയങ്കോട് വരെയുള്ള ഭാഗങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് വെളിയങ്കോട് മുതലുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.